ഹലോ ഗായ്സ്, നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയല്ലോ. വെറൈറ്റി എന്ന് വെച്ചാൽ ഞാൻ പേളിമാണിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ള ഒരു ഡിഷാണ്. മുട്ട വെച്ചിട്ട് ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് മുന്നേ, കുറേ നാളെ അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം അതിന് വേണ്ടി 2 മുട്ട എടുത്ത് പൊട്ടിച്ച് കലക്കിയെടുക്കുക. ഞാൻ ഓൾറെഡി ആ ബൗളിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പിട്ടതിന് ശേഷമാണ് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് 2 മുട്ട യോജിപ്പിച്ചെടുക്കുക. ആ ഉപ്പെല്ലാം പിടിക്കുന്ന രീതിക്ക് യോജിപ്പിച്ച് എടുത്ത ശേഷം അതിലോട്ട് നമുക്കൊരു ഒരു ടീസ്പൂണോളം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1-2 ടീസ്പൂൺ ഒഴിക്കാൻ ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടേസ്റ്റ് വ്യത്യാസം വരുമില്ലെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം. ബട്ടർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള. ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനില്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇതിലോട്ട് ഞാൻ ഉപ്പിടുന്നില്ല, കാരണം മുട്ടയിൽ ഞാൻ ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് ഇതിലിടുന്നില്ല. കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. സാധാരണ ഉപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ. അതിലിട്ടിട്ടുള്ളത് ഇതിലോട്ട് ഇടുന്നില്ല. നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ആ മിക്സിലോട്ടൊന്ന് ഒഴിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്. ആ മല്ലിയിലയും കൂടെ അതിന് പുറത്തേക്ക് നമുക്ക് കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കാം. ഞാൻ വേറൊന്നും ഇടുന്നില്ല, ഇവിടെ മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സോ കുരുമുളകോ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ ഇപ്പോൾ കുഞ്ഞിനും കൂടെ കൊടുക്കുന്നതുകൊണ്ടാണ് എരിവെള്ളമൊന്നും ഇടാത്തത്. ഞാൻ ലാസ്റ്റ് കുറച്ചൊരു പകുതി ചീസിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു, അതുകൂടെ ഇട്ടെടുക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.